നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം. ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം. ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. ദൈവദിനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ പണിയുന്നതെങ്കിൽ, അല്ല അതിനോട് അലൈൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ, നമുക്ക് വായിക്കാൻ കഴിയും, അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ഒരു സീസണൽ ബ്ലെസ്സിങ് പോലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോകത്തില്ല. ഇന്ന് ഈ മെസ്സേജിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രവചന ശബ്ദങ്ങളാണ്. ഓരോ പ്രവചന ശബ്ദങ്ങളും കേൾക്കുമ്പോൾ അതിനെ കൺഫ്യൂസ് ചെയ്താട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ റിസീവ് ചെയ്താട്ടെ. ഒരു സീസണൽ ബ്ലെസ്സിങ് പോലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോകത്തില്ല. ദൈവജനത്തോടൊപ്പമായിരുന്നാട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Say to your neighbor, God is going to do something great today. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ടെ, ഇന്ന് പകൽക്കാലം ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനായി പോകുന്നു. You know, expectation is the mother of the miracle. പ്രതീക്ഷയാണ് അത്ഭുതങ്ങളുടെ മാതാവ്. When your expectation increase, miracles also increase. നിങ്ങളുടെ പ്രതീക്ഷ വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ അത്ഭുതങ്ങൾ വർദ്ധിക്കാനിടയാകും. No, when we are sharing the word, it's stir up your spirit and make your expectation great. നിങ്ങൾ വചനം നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിനെ അത് സ്റ്റെയർ അപ്പ് ചെയ്തിട്ട് അത്ഭുതങ്ങൾ അത് വലുതാക്കാനിടയാകും. So expect something today. അതുകൊണ്ട് ഇന്ന് ചിലത് പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ. God spoke to us, this is a year of manifesting restoration. നമ്മുടെ അടുത്ത് കർത്താവ് സംസാരിക്കാൻ ഇടയായതാണ് ഈ വർഷം പുനഃസ്ഥാപനം വെളിപ്പെടുന്ന വർഷമാണെന്ന്. So we believe God is going to do something in our midst, and God is going to manifest what are the promises what God given to us. Amen. ഇന്ന് നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോകുന്നു എന്നും ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ പോകുന്നു എന്നും നമ്മൾ വിശ്വസിച്ചാട്ടെ. So say to your neighbor, expect some manifestation today. ഇന്ന് അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ടെ, ഇന്ന് ചില വെളിപ്പെടുത്തുകൾ പ്രതീക്ഷിച്ചാട്ടെ. If you expect some manifestation, I am sure you will see some great manifestations today. ഇന്ന് ചില മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പ്രതീക്ഷയോടെയാണ് ആയിരിക്കുന്നതെങ്കിൽ ഇന്ന് വലിയ ചില മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കാണാനായി പോകുന്നു. Wonderful Jesus. I can see angels are started to minister now. എനിക്ക് കാണാനായി സാധിക്കും ദൈവദൂതന്മാർ ഇപ്പോൾ തന്നെ ഇതിനകത്ത് ശുശ്രൂഷ തുടങ്ങുന്നത്. I believe healings going to take place. ഞാൻ വിശ്വസിക്കുന്നു സൗഖ്യം ഇവിടെ ഉടലെടുക്കാൻ പോകുന്നു. Prophecies are going to manifest. പ്രവചനങ്ങൾ ഇതിനകത്ത് മാനിഫെസ്റ്റഡ് ആകാൻ പോകുന്നു. Healings are going to manifest. സൗഖ്യങ്ങൾ ഇതിനകത്ത് മാനിഫെസ്റ്റഡ് ആകാൻ പോകുന്നു. Miracles are going to manifest. അത്ഭുതങ്ങൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. Hallelujah. Give a praise offering to our Lord. ദൈവത്തിന് ഒരു സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. Come on, give a praise offering to our ഒരു Lord. സ്തുതിയാഗം ദൈവത്തിന് അർപ്പിച്ചാട്ടെ. Hallelujah. 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 Father, thank you for your wonderful presence. പിതാവേ, ഈ നിന്റെ സാന്നിധ്യത്തിനായി മനോഹരമായ സാന്നിധ്യത്തിനായി നന്ദി. We believe something supernatural is going to manifest today. ഞങ്ങൾ വിശ്വസിക്കുന്നു അസാധാരണമായ ചില കാര്യങ്ങൾ ഇന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന്. Great
We believe exceptional things are going to happen. അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. Our life going to be exceptional from today. ഇന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം അസാധാരണമായ നിലവാരത്തിലേക്ക് ആകാനായി From പോകുന്നു. today our life be going to be excellent from today. ഇന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം എക്സലന്റ് ആകാനായി പോകുന്നു, ശ്രേഷ്ഠമുള്ളതാകാനായി പോകുന്നു. Come on, give a clap offering to our Lord. Amen. ദൈവത്തിന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Your life going to be exceptional. നിന്റെ ജീവിതം അസാധാരണമാകാൻ പോകുന്നു. Say to your neighbor, your life going to be exceptional. നിന്റെ ജീവിതം അസാധാരണമാകാൻ പോകുന്നു. And full of glory. മഹത്വത്തിന്റെ പൂർണ്ണതയിൽ. Say with me, my life going to be exceptional. എന്റെ ജീവിതം അസാധാരണമാകാൻ പോകുന്നു. Full of glory. മഹത്വത്തിന്റെ പൂർണ്ണതയിൽ. Once again say it with me, my life going to be exceptional. എന്റെ ജീവിതം അസാധാരണമാകാൻ പോകുന്നു. With full of glory. മഹത്വത്തിന്റെ പൂർണ്ണതയിൽ. Because the excellent spirit is working in me. കാരണം എക്സലന്റ് ആയ സ്പിരിറ്റ് എന്നിൽ പ്രവർത്തിക്കാൻ ഇടയാകുന്നു. Because excellent spirit is working in me. കാരണം ശ്രേഷ്ഠമായ ആത്മാവ് എന്റെ ഉള്ളിൽ If the Holy Spirit is working in me, പരിശുദ്ധ ആത്മാവ് എന്റെ ഉള്ളിൽ my life will be exceptional. എന്റെ Amen. ജീവിതം അതുകൊണ്ട് അസാധാരണമായിരിക്കും. How many of you believe that? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? If you believe the Holy Spirit is resting upon you, നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നതെന്ന്? if you believe, your life will be നിങ്ങൾ exceptional. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം അസാധാരണമായിരിക്കും. We give a praise offering to our ഒരു Lord. സ്തുതിയാഗം ദൈവത്തിന് അർപ്പിച്ചാട്ടെ. Please be seated. ഇരുന്നാലും So say to your neighbor, the year of manifesting restoration. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ടെ, ഈ വർഷം പുനഃസ്ഥാപനം വെളിപ്പെടുന്ന വർഷമാണെന്ന്. Restoration. പുനഃസ്ഥാപനം. When I was reading the scriptures, this word restoration is a very tough word for me. ഞാൻ വചനം വായിക്കുന്ന സമയത്ത് ഈ റെസ്റ്റോറേഷൻ പുനഃസ്ഥാപനം എന്ന് പറയുന്ന വാക്ക് എനിക്ക് വളരെ പ്രയാസമുള്ളതായിട്ട് തോന്നി. One more word is also very hard for me. One more word ഒരു വാക്കുകൂടെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. is the redemption. അത് വീണ്ടെടുപ്പ് എന്നാണ്. So when I was started to learn the Bible, I follow these two words and understand these two words meaning properly. ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഈ രണ്ട് വാക്കുകൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. Because Jesus in Calvary, he redeemed us. യേശു കാൽവറിയിൽ നമ്മളെ വീണ്ടെടുത്തതാണ്. Through his redemption, everything restored. അവന്റെ വീണ്ടെടുപ്പ് മുഖേന നമുക്ക് സർവ്വതും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ പുനഃസ്ഥാപിക്കപ്പെടുക എന്ന വാക്ക് നമുക്ക് കുറച്ച് കട്ടിയുള്ളതായിട്ട് തോന്നാം. But you have to learn what is restoration. നമ്മൾ പഠിക്കണം പുനഃസ്ഥാപനം എന്ന് വെച്ചാൽ എന്താണെന്ന്. Once you learn restoration, I challenge you, started to seek that. നിങ്ങൾ പുനഃസ്ഥാപനം എന്ന വാക്ക് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണാനായി പോകുകയാണ്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Everything for the mankind restored in Calvary. മനുഷ്യന് വേണ്ട സർവ്വ കാര്യങ്ങളും കാൽവറിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടതാണ്. But still we are not seeing the manifestations in our life. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുന്നത് ഇതുവരെ നമ്മൾ കാണാനിടയില്ല. Because we are not serious about it. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഒരു സീരിയസ് ആയിരിക്കുന്ന വ്യക്തിയാണ്. We don't want to go and take it. നമ്മൾ അവിടെ പോയി എടുക്കണമെന്നൊരു ആഗ്രഹം നമുക്കില്ല. No, we are crying about it, but we are not serious about it. നമ്മൾ അതിനു വേണ്ടി കരയാനിടയാകും, പക്ഷേ നമുക്ക് അതിനകത്ത് ഒരു സീരിയസ് അല്ല. According to the Bible says Jesus already done everything for us. But God, Jesus done everything for us. Restore everything for us. ബൈബിൾ പ്രകാരം പറയുന്നത് യേശു സർവ്വതും നമുക്ക് നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു, സർവ്വതും നമുക്ക് വേണ്ടി പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. If you ready to work on it and act on it, it will manifest to you. നിങ്ങൾ അതിന്റെ അത് വർക്ക് ചെയ്യാനോ ആക്ട് ചെയ്യാനോ റെഡി ആണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ ഇടയാകും. Can you say hallelujah? Hallelujah. The word of God produce seasonal blessings to you. വചനം നിങ്ങൾക്ക് കാലഘട്ടത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി The ചെയ്യാൻ word of ഇടയാകും. God produce whatever you want to, it will produce to you. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വചനം നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ഇടയാകും. Because it's already done deal. അത് നേരത്തെ സ്ഥാപിക്കപ്പെട്ടതാണ്. Jesus done everything in Calvary. അത് കാൽവറിയിൽ സർവ്വതും നിവൃത്തിയായതാണ്. If you believe, it will manifest to you. അത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ ഇടയാകും. Can you please once again stand up?
ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് നിൽക്കാമോ? And say with me, I am going to see the manifestation of the restoration. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ പുനഃസ്ഥാപനം വെളിപ്പെടുന്നത് കാണാനായി പോകുന്നു എന്ന്. How many of you can say, I am going to see the manifestation? ആ വെളിപ്പെടുത്തൽ കാണാൻ പോകുന്നു എന്ന് എത്ര പേർക്ക് പറയാനായി സാധിക്കും? Confess again, I am going to see the manifestation. ഞാൻ വെളിപ്പെടുത്തുന്നത് കാണാനായി പോകുന്നു എന്ന് എത്ര പേർക്ക് പറയാനായി സാധിക്കും? Come on, say, I am going to see the manifestation. ആ മാനിഫെസ്റ്റേഷൻ ഞാൻ കാണാനായി പോകുന്നു. Once again, manifestations. മാനിഫെസ്റ്റേഷൻ കാണാനായി പോകുന്നു. Manifestations. മാനിഫെസ്റ്റേഷൻ കാണാനായി Say with പോകുന്നു. me, manifestations. മാനിഫെസ്റ്റേഷൻ കാണാനായി Give പോകുന്നു. a praise offering to Lord and say manifestations. സ്തുതിയാഗം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, വെളിപ്പെടുത്തൽ ഞാൻ കാണാനായി പോകുന്നു എന്ന്. Manifestations. വെളിപ്പെടുത്തൽ. Already God, Jesus done everything for you. എല്ലാം ദൈവം നിനക്കായി നേരത്തെ തന്നിരിക്കുകയാണ്. No need to wait for it. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട But ആവശ്യമില്ല. according to the word, you have to act on it. വചനപ്രകാരം നീ അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. By faith, you have to act on it. വിശ്വാസത്താൽ നീ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇടയാകണം. Then it will reveal to you, it will manifest to you. അത് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അത് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. Hallelujah. 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 When God given this word to this year, ഈ വർഷം എനിക്ക് ഈ വചനം ദൈവം തന്നപ്പോൾ I believe you are going to see the manifestations. ഞാൻ Amen. വിശ്വസിക്കുന്നു നിങ്ങൾ ആ വെളിപ്പെടുത്തൽ കാണാൻ പോകുന്നു എന്ന്. Just believe it's a prophetic word for you. ഇത് നിങ്ങൾ വിശ്വസിക്കുക, ഇത് നിങ്ങളുടെ പ്രവചന വാക്കാണെന്ന്. If you align with the prophetic word or align with the truth of God, surely it will manifest in your life. Amen. നിങ്ങൾ പ്രവചന വാക്കുമായിട്ട് ചേർന്ന് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവിക സത്യങ്ങളുമായിട്ട് ചേർന്ന് നടക്കുകയാണെങ്കിൽ, ദൈവിക സത്യങ്ങളായിരിക്കുന്ന നിന്റെ വാഗ്ദത്തം നിനക്ക് വെളിപ്പെട്ടു വരുവാനിടയാകും. Do not drop it. അതിനെ വിട്ടുകളയരുത്. Hold it. അതിനെ പിടിച്ചാട്ടെ. Hold it. അതിനെ പിടിച്ചാട്ടെ. Hold it. അതിനെ പിടിച്ചാട്ടെ. Say, Lord, I want to see in this year. പറഞ്ഞാട്ടെ, കർത്താവേ എനിക്ക് ഈ വർഷം അത് കാണാനിടയാകണം. If you are a barren woman, believe God is going to give a child to you. നിനക്ക് കുഞ്ഞില്ലാത്ത വ്യക്തിയാണെങ്കിൽ നീ വിശ്വസിക്കുക, ഈ വർഷം നിനക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു. That is a promise for you. അത് നിനക്കുള്ള വാഗ്ദത്തമാണ്. Not only promise, അതൊരു വാഗ്ദത്തമല്ല, it is already restored for you. അത് നിനക്ക് വേണ്ടി പുനഃസ്ഥാപിക്കപ്പെട്ട So you കാര്യമാണ്. have to believe it is going to manifest നീ today. വിശ്വസിക്കേണ്ടത് ഇന്ന് എനിക്കത് വെളിപ്പെട്ടു വരാൻ പോകുന്നു എന്ന്. Say with me, I am going to see the manifestation. എന്നോടൊപ്പം പറഞ്ഞാട്ടെ, ഞാൻ ആ വെളിപ്പെടുത്തൽ കാണാനായി പോകുന്നു എന്ന്. I am going to see my healing. ഞാൻ ആ സൗഖ്യത്തെ കാണാനായി പോകുന്നു. I am going to see the child for me. എനിക്ക് കുഞ്ഞുണ്ടാകുന്നത് ഞാൻ കാണാനായി I am പോകുന്നു. going to see my child. എനിക്ക് ആ കുഞ്ഞിനെ കാണണം. I am going to see my child. എന്റെ കുഞ്ഞിനെ കാണണം. I am going to see the manifestation of financial blessing. എന്റെ സാമ്പത്തിക മേഖലയിലുള്ള വെളിപ്പെടുത്തലുകൾ ഞാൻ കാണാൻ I am going ഇടയാകണം. to see the manifestation of spiritual things. എന്റെ ആത്മീയമായുള്ള കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്ന I എനിക്ക് am not കാണാൻ going to be ഇടയാകണം. the normal person. I am going to be an extraordinary person from today. ഞാൻ ഒരു സാധാരണ മനുഷ്യനല്ല, ഞാൻ ഇന്നു മുതൽ ഒരു അസാധാരണ മനുഷ്യനായി മാറുകയാണ്. God spoke to me when I was meditating for today's meeting. ഈ ഇന്നത്തെ മീറ്റിംഗിന് വേണ്ടി ഞാൻ God ധ്യാനിച്ചുകൊണ്ടിരുന്നു. spoke to me, this today you are going to experience seasonal blessings. ഇന്ന് നിങ്ങൾ കാലഘട്ടത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പോകുകയാണെന്ന് കർത്താവ് എന്നോട് പറയാനിടയായി. Please be seated. ഇരുന്നാലും Let's turn to Psalms 1 verse 2 and 3. സങ്കീർത്തനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. But his delight in the law of the Lord, and his law meditate in a day and night, and he will be like a tree planted by the streams of the water. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. Hallelujah. Which yield its fruit its seasons. കാലഘട്ടങ്ങളിൽ അതിന്റെ ഫലം കായ്ക്കുവാൻ ഇടയാകും. So do you know seasons? നിങ്ങൾക്ക് അറിയോ കാലഘട്ടം എന്താണെന്ന്? What is mean by seasons? എന്താണ് കാലഘട്ടം എന്നുള്ളത്? You know, if you come to my house, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ we have some bougainvillas. ഞാൻ എൻ്റെ വീട്ടിൽ Bougainvillea trees. ബോഗൻവില്ല ചെടികളുണ്ട്. That is a seasonal plant. അത് കാലഘട്ടം അനുസരിച്ച് വളരുന്ന ചെടിയാണ്, പൂക്കുന്ന ചെടിയാണ്. And also we have rain lilies. എൻ്റെ വീട്ടിൽ റെയിൻ ലില്ലി എന്ന് പറയുന്ന പൂക്കളുമുണ്ട്. So more rain, it's blossom. കൂടുതൽ മഴ പെയ്യുന്ന സമയത്ത് ആ ചെടികൾ പൂക്കുവാൻ ഇടയാകും. And also winter time, also there is some plants for blossoms.
അത് വിന്റർ സമയത്തായിരിക്കുന്ന പൂക്കുന്ന ചില ചെടികൾ കൂടെ. That means every season there is different type of flowers. എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും പ്രത്യേക രീതിയിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികളുണ്ട്. It's produce result in that same seasons. അതിന്റെ കാലഘട്ടങ്ങളിൽ മാത്രമാണ് അത് ഫലം തരാൻ ഇടയാകുന്നത്. Look at this word. ഈ വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. If you're ready to meditate the word, നിങ്ങൾ വചനം ധ്യാനിക്കാൻ റെഡിയാണെങ്കിൽ what it says, അതെന്താണ് പറയുന്നത്? if you delight in the word, വചനത്തിൽ സന്തോഷിക്കുന്നുവെങ്കിൽ, if you're ready to delight in the word, result you will see seasonal blessing to your life. നിങ്ങൾ വചനത്തിൽ സന്തോഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ കാലഘട്ടത്തിന്റെ അനുഗ്രഹം നിങ്ങൾ പ്രാപിക്കാൻ ഇടയാകും. What does it mean? അതെന്താണ് പറയാൻ ഇടയാകുന്നത്? You never lose a seasonal blessing. നമ്മൾ കാലഘട്ടത്തിന്റെ അനുഗ്രഹം ഒരിക്കലും നഷ്ടപ്പെടാൻ ഇടയാകത്തില്ല. എന്ന് പറഞ്ഞ ഏത് കാലഘട്ടത്തിലാണോ നിങ്ങൾക്ക് മഴ കിട്ടേണ്ടത്, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മഴ ലഭിക്കും. ഏത് കാലഘട്ടത്തിലാണോ നിങ്ങൾക്ക് വെയിൽ കിട്ടേണ്ടത്, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വെയിൽ ലഭിക്കും. ഏത് കാലഘട്ടത്തിലാണോ നിങ്ങൾക്ക് മഞ്ഞ് ലഭിക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മഞ്ഞ് ലഭിക്കും. അതിൽ നിന്ന് എന്താണോ റിസൾട്ട് വരേണ്ടത്, അത് നിങ്ങൾക്ക് റിസൾട്ടായി വരും. ആമേൻ. ആമേൻ. So when you meditate the word, നിങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ it's produce seasonal fruits for you. അത് സീസൺ അനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് തരുവാനിടയാകും. Can I prophesy to you? ഞാൻ നിങ്ങളോടൊന്ന് പ്രവചിക്കട്ടെ. That means this season is a season of manifestations. ഈ Amen. സീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെളിപ്പെട്ട് വരാനുള്ള സീസൺ ആണ്. If you align with the word of God, നിങ്ങൾ ദൈവവചനവുമായി ചേർന്ന് നടക്കുകയാണെങ്കിൽ, I don't know how many years you are praying and fasting. Amen. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. That thing is going to manifest and given to your hand. Amen. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകാൻ പോകുകയാണ്. That thing is going to give in your hands. അത് Amen. നിങ്ങളുടെ കയ്യിലേക്ക് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. Maybe you are praying for long years to manifest it. Amen. ഒത്തിരി നാളായിട്ട് നീ വെളിപ്പെട്ട് വരുവാനായി പ്രാർത്ഥിക്കുന്ന വിഷയം, I believe this year it is hand over to your hand. ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷം അത് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ്. It will hand over to you. അത് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ്. It will hand over to you. അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. That is this season. അത് ഈ കാലഘട്ടമാണ്. That is this season. അതിന്റെ കാലഘട്ടമാണ് ഇത്. Come on, say hallelujah. പറഞ്ഞാട്ടെ ഹല്ലേലൂയ. I am prophesying to you. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്. Before end of this year, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് whatever things you are praying for years and years, it will manifest to you. Amen. വർഷങ്ങളായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ വർഷം നിനക്കത് വെളിപ്പെട്ട് വരും. Come on, church. സഭേ, Come on, church. Worship him. അവനെ ആരാധിച്ചാട്ടെ. I know God spoke to me. This is a year of manifestation. എനിക്കറിയാം ദൈവം എന്നോട് സംസാരിച്ചു ഈ വർഷം വെളിപ്പെടുന്ന വർഷമാണ്. Then it will happen same as what God spoke to us. എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഈ വർഷം അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. But the problem is we don't know what Jesus done in Calvary. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാൽവറിയിൽ യേശു എന്താണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. We are still praying for, Lord, I need that. Lord, I need that. Lord, help me. Lord, I need your help. Lord, help me, Lord. That's the way we are praying. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യമാണ്, ദൈവമേ എന്നെ സഹായിക്കണം, ദൈവമേ എന്നെ സഹായിക്കണം, അത് നേടാൻ എനിക്ക് സഹായിക്കണം, ഇത് നേടാൻ എനിക്ക് സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Stop praying like that. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നിർത്തുക. You have to say, Lord, I want to see the manifestations. അങ്ങനെ നിങ്ങൾ പറയാനായിട്ട് തുടങ്ങരുത്, ദൈവമേ എനിക്ക് വെളിപ്പെട്ട് വരുന്ന അവസ്ഥ എനിക്ക് കാണാനിടയാകണം. തക്ക കാലത്ത് ഫലം കായ്ക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാം, ഓരോ സീസണിലും ഓരോ ഫ്രൂട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ വിളവുകളുണ്ട്. അതിനെ ഒന്നിനെ പോലും മിസ് ചെയ്യാതെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിധത്തിൽ തക്ക സമയത്ത് കർത്താവ് അത് ചെയ്യും. തക്ക സമയത്ത് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒന്നുപോലും നഷ്ടമായി പോകാതെ അനുഭവത്തിൽ നിങ്ങൾ ഓരോരുത്തരും ആയിരുന്നാട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവവചനത്തോടൊപ്പം നമ്മുടെ ജീവിതത്തെ പണിയാം. എല്ലാവിധമായ നന്മയിലും കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ശോഭ സിസ്റ്ററാണ് അല്ലേ? ശോഭ മൊട്ടമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്ററിൻ്റെ സാക്ഷ്യം പറഞ്ഞാട്ടെ സിസ്റ്റർ. കഴിഞ്ഞ ആഴ്ച സോളി സിസ്റ്റർ എന്നെ വിളിച്ച് കഴുത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് കേട്ട്. കഴിഞ്ഞ ആഴ്ച സോളി സിസ്റ്റർ വിളിച്ച് കഴുത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ 6 വർഷം കൊണ്ട് തൈറോയിഡിന് മരുന്ന് കഴിക്കുകയായിരുന്നു.
അപ്പം കഴിഞ്ഞ മാസം ഡോക്ടറെ കാണാൻ പോയപ്പോൾ എനിക്ക് കുറേ ടെസ്റ്റുകളൊക്കെ എഴുതി തന്നായിരുന്നു. ഞാനത് പോയില്ല, ടെസ്റ്റ് ചെയ്യാൻ പോയില്ലായിരുന്നു. വ്യാഴാഴ്ചയാണ് 28-ാം തീയതിയാണ് പോയത്. അന്ന് ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പം എല്ലാ റിസൾട്ടും നോർമലാണ്. അതിന് മുമ്പേ ഒരു 2 മാസത്തേക്ക് മുമ്പേ ഒരു മിനിറ്റ്, തൈറോയിഡിന്റെ പ്രശ്നം കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു. 6 വർഷം കൊണ്ടുണ്ട്. 6 വർഷം കൊണ്ടുണ്ട്. മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച കഴുത്തിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് 28-ാം തീയതി പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ റിസൾട്ടുകളും നോർമൽ. അതിന് മുമ്പേ ഒരു തൊണ്ടയിൽ ഇങ്ങനെ ഒരു വീക്കം ഉണ്ടായിരുന്നു, നാവെല്ലാം ഒരു തടിപ്പും എരിവും ഒക്കെ ആയിരുന്നു. അതെല്ലാം ബ്രദർ പ്രാർത്ഥിച്ച ശേഷം അതെല്ലാം പൂർണ്ണമായി മാറി. ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. അതെന്നായിരുന്നു പ്രാർത്ഥിച്ചത്? കഴിഞ്ഞ ആഴ്ച തന്നെ. അപ്പൊ ആദ്യം സോളി സിസ്റ്റർ ദൂത് പറഞ്ഞു, അതിനുശേഷം ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. അതോടുകൂടി ഈ പ്രശ്നമെല്ലാം മാറി. ഓക്കെ, എല്ലാ റിസൾട്ടും നോർമലെന്ന് പറഞ്ഞു. നോർമലായി. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം എനിക്ക് 2 സാക്ഷി ഉണ്ടായിരുന്നു. അതിൽ പിന്നെ എൻ്റെ പ്രൈവസി ഏരിയയിൽ എനിക്കൊരു തടിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് വിഷമത്തോടെ കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഈ ചർച്ചിൽ വന്നതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും മെർക്കൽ നോർമൽ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥന കേൾക്കാനായിട്ട് മൊബൈലിലാണ് ഞാൻ കാണുന്നത്. വന്നപ്പോൾ എൻ്റെ ശരീരം മൊത്തം ഒരു ചൂട്, തീരെ അനുഭവമായിരുന്നു. അപ്പോൾ എനിക്ക് അകത്തിരുന്ന് പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെളിയിൽ ഒരു കസേര എടുത്തിട്ട് ചെന്നിരുന്ന് പ്രാർത്ഥന കേട്ടുമായിരുന്നു. അന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ജസ്റ്റിൻ ബ്രദറായിരുന്നു. അപ്പോൾ നിങ്ങളെ രോഗം എന്തോ ആകട്ടെ, രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും കൈവച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥന തീരണതിന് മുമ്പേ ഒരു ഐസ് കട്ട വയ്ക്കും പോലെയുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ആ തടിപ്പ് അവിടെ ഇല്ല, പൂർണ്ണമായിട്ടും മാറി. ഇത്ര നല്ലവനാണ് നമ്മുടെ കർത്താവ് അല്ലേ? ജസ്റ്റിൻ്റെ പ്രൈവറ്റ് ഏരിയയിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നോ? ഡോക്ടറെ കാണിക്കാൻ പോലും മടിയായിരുന്നു. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകൾക്കൊന്നും മറവായിരിക്കുന്നില്ല. ദൈവം സകലതും കാണുന്നുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്നവനാണ് കർത്താവ്. അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സിസ്റ്ററിൻ്റെ ആ പ്രയാസം മനസ്സിലാക്കി പൂർണ്ണമായ സൗഖ്യം കൊടുത്ത ആ കർത്താവിനെ ഈ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സിസ്റ്റർ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല എന്ന്. സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിലും പല കാര്യങ്ങളും ആർക്കും അറിയത്തില്ലാത്തതായിരിക്കും. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാത്ത ചില കാര്യങ്ങൾ കാണും. പക്ഷെ അതെല്ലാം അറിയുന്നവനാണ് കർത്താവ്. അവനെല്ലാത്തിനും മതിയായവനാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, യേശു എല്ലാത്തിനും മതിയായവനാണ്. നിൻ്റെ സകല കാര്യങ്ങളും അവൻ അറിയുന്നുണ്ട്. ആ കർത്താവിൽ ശരണം വെച്ചാൽ മതി. നമ്മൾ ലജ്ജിച്ചു പോകാൻ ഇടവരത്തില്ല. സിസ്റ്ററിനെ കർത്താവ് എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാം? ഒരു കാര്യം കൂടെ ഉണ്ട്, പറഞ്ഞാട്ട്. എൻ്റെ കാലിൽ 10 വർഷം കൊണ്ട് വെരിക്കോസിൻ്റെ ഇതുണ്ടായിരുന്നു. നരമ്പുകളൊക്കെ ഇങ്ങനെ ചുരുങ്ങി, കാലിലെ ചെറിയ ചെറിയ നരമ്പുകളൊക്കെ കറുത്ത് രക്തോട്ടം ഇല്ലാതെ കാലൊരു മരവിപ്പായിരുന്നു. അന്ന് ഞാൻ ഇത് കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റൂല, ബസ്സിലൊക്കെ കയറാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ അന്ന് ഞാൻ ഈ മെർക്കൽ നോർമൽ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ ശരീരത്തൊരു ഭയങ്കരമായ തീരെ അനുഭവം ഉണ്ടായി. അന്നും പ്രാർത്ഥിച്ചത് ജസ്റ്റിൻ ബ്രദറായിരുന്നു. അപ്പോൾ കാല് വയ്യാത്തവർ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോണേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വയ്യാത്തടുത്ത് കൈവയ്ക്കാൻ പറഞ്ഞു. ഞാനും കാലിൽ ഇങ്ങനെ കൈവച്ച് ഇരുന്നപ്പം എൻ്റെ കാലിൽ ആരോ ഇങ്ങനെ അടിക്കും പോലെ എനിക്ക് തോന്നി. ഒരടി എനിക്ക് എൻ്റെ കാലിൽ അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ആ നരമ്പുകളെല്ലാം ടിക് 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 എന്നുള്ള സൗണ്ടോടെ അതിനുശേഷം എൻ്റെ കാലിൽ നീരില്ല, ആ കറുത്തിരുന്ന നരമ്പുകളെല്ലാം നിറം മാറി നേരെയായി. കാലിപ്പം നേരെ നല്ല. വലിയ 3 കാര്യങ്ങളാണ് സിസ്റ്റർ പറയാനുള്ളത്. തൈറോയിഡ് രോഗം വന്നാൽ മാറത്തില്ല, അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ സിസ്റ്ററിൻ്റെ തൈറോയിഡ് രോഗം കർത്താവ് എത്ര സിമ്പിളായിട്ടാണ് മാറ്റിയത്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാലും അത് മാറിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, കർത്താവ് മാറ്റിയതല്ലെങ്കിൽ. പക്ഷേ സിസ്റ്ററിൻ്റെ കാലിൽ ആരോ വന്നോ അടിച്ചു. അത് ഞാൻ വിശ്വസിക്കുന്നത് ആ രോഗം കൊണ്ടുവന്നവനെ നമ്മുടെ കർത്താവിൻ്റെ കൈ അടിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടുകൂടി എന്ത് സംഭവിച്ചു? ആ ചുരുണ്ട് കിടന്നതെല്ലാം മാറി, നിറം മാറി, പൂർണ്ണ സൗഖ്യമായി. വലിയ കാര്യമാണ്. ആ സിസ്റ്ററിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാം അത്ര വലിയ കാര്യം കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ, ഇനി തുടർന്നുള്ള നാളിലും സിസ്റ്ററിന് വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ കേട്ടോ. അവൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം, ശ്രേഷ്ഠതയ്ക്കായി സ്തോത്രം ചെയ്യാം. പ്രതീക്ഷയില്ലാതിരുന്ന ഓരോ വ്യക്തികളെയും കൈപിടിച്ച്
ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില വ്യക്തികൾ പറയുന്ന കാര്യമുണ്ട്, എനിക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നു, ഞാൻ ദൈവത്തെ അനുഭവിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ കർത്താവ് സന്തോഷത്തെ നൽകുവാനിടയായി. നഷ്ടപ്പെട്ടു പോയിടത്ത് നിന്നും കർത്താവിനെ തിരികെ കൊണ്ടുവന്നു. ആ നല്ല ദൈവത്തിന് നന്ദി പറയാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ ഇവർ കേട്ട ദൈവശബ്ദം ഇവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ അനുഭവിക്കട്ടെ. അപ്പാ തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന, നന്മകൾ കൊണ്ട് നിറയുന്ന ആ ദൈവിക അനുഭവം ഈ കുടുംബങ്ങളിലെല്ലാം കാണട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം കാണട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി അപ്പാ. അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. ദൈവവചനത്തിൻ്റെ നിറവിനാൽ കർത്താവെ, ദൈവവചനത്തിൻ്റെ ശോഭയാൽ ഇവരോരോരുത്തരും ആകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. മീൻ എനിക്കൊരു വീട് കാണാം. ആ വീടിൻ്റെ വഴി എന്ന് പറയുന്നത് പാറകൾ അടുക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയുള്ള ഒരു വഴിയാണ്. കുറച്ച് പൊക്കത്തായിരിക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിലായിരിക്കുന്ന ശൂന്യതയുടെ അവസ്ഥയിൽ നിന്നും കർത്താവ് ആ വീടിനെ രക്ഷിക്കുന്നത് കാണാം, വിടുവിക്കുന്നത് കാണാം. തകർന്നായിരിക്കുന്ന അനുഭവത്തിൽ നിന്നും, രോഗത്തിൻ്റെ അനുഭവത്തിൽ നിന്നും കർത്താവ് ആ വീടിനെ കൈപിടിച്ചുയർത്തുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു, അങ്ങയുടെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ, നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ, അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ, അവിടുത്തെ ശ്രേഷ്ഠതകൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ. കർത്താവേ, എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ കയ്യിൽ നീലയോട് ചേർന്നൊരു നെയിൽ പോളിഷാണ് അടിച്ചിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. അതായത് ലൈറ്റ് ബ്ലൂ കളർ ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഭാവിയോട് ബന്ധിക്കപ്പെട്ട ചില കാര്യങ്ങളുടെ മേൽ താൻ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന്മേൽ കർത്താവിൻ്റെ കരം ചലിക്കുന്നത് കാണാം. കർത്താവ്, ഈ കുടുംബങ്ങളിലെല്ലാം അത്ഭുതങ്ങളുണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലെല്ലാം അത്ഭുതങ്ങളുണ്ടാകട്ടെ. കർത്താവേ, ഡിസ്കിന് പ്രയാസമുള്ള ഓരോരുത്തരെയും ഇവിടുന്ന് തൊടുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. അവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലെല്ലാം അവിടുത്തെ കരം ചലിച്ചതിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ നന്മയിലും കൃപയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.